പരസ്പരം പോരടിച്ച് CPM-ഉം ജി സുധാകരനും. പൊതുവേദിയിലെത്തിയ സുധാകരൻ ഇന്നും CPM വിമർശനം തുടർന്നു. പുറക്കാട് വെച്ച് നടന്ന പൊതുപരിപാടിക്കിടെ ജി സുധാകരന്റെ പ്രസംഗം CPM പ്രവർത്തകർ ബഹളം വെച്ച് തടസ്സപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വണ്ടാനം നീർക്കുന്നം സ്കൂളിൽ വെച്ച് ജി സുധാകരനും CPM-ന്റെ പഞ്ചായത്ത് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ കേരളമാകെ ചർച്ച ചെയ്തതാണ്. ഇതിന് പിന്നാലെ ശനിയാഴ്ച ജി സുധാകരന്റെ MLA ഓഫീസിലേക്ക് CPM വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞത്, ജി സുധാകരൻ ഏതെങ്കിലും പൊതുവേദിയിൽ വെച്ച് CPM-നെതിരെ വിമർശനം ഉന്നയിച്ചാൽ സദസ്സിൽ നിന്ന് അതിനെതിരായിട്ടുള്ള ശബ്ദം ഉയരുമെന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഉണ്ടാകുകയും ചെയ്തു. പുറക്കാട് കിഴക്ക് ഒരു പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം പറഞ്ഞ ആ സമയത്ത് തന്നെ വേദിയിൽ നിന്ന് 2 CPM പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് കൂക്കി വിളിക്കുകയും ബഹളം വെക്കുകയുമാണ് ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ പൊതുവേദിയിൽ വിമർശനം തുടരാനാണ് ജി സുധാകരൻ്റെ തീരുമാനം. ആദ്യം നിങ്ങൾ ഒന്നുകൂടി വയോജന വിദ്യാശാലയിൽ പോയിട്ട് അവിടെ പഠിക്കുക. പ്രായമായവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി CPM നേതാക്കന്മാർ പഠിക്കണം. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം. എതിരാളികളെ അസഭ്യം പറഞ്ഞതുകൊണ്ട് കാര്യമായി, ചീത്ത പറഞ്ഞതുകൊണ്ട് കാര്യമായി. അതുകൊണ്ടല്ലേ മൊത്തം തോറ്റത്. CPM-കാർ ഇതിനകത്ത് കാണും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു പാർട്ടി മാറണമെന്ന് ഞാൻ പറയുന്നില്ല. MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടന്ന് ചെയ്ത് പറഞ്ഞത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ ജി സുധാകരനും CPM-ഉം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊരു ചെറിയ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ജി സുധാകരനും CPM-ഉം തമ്മിൽ പരസ്യ പോരിലേക്ക് കടന്നിരിക്കുകയാണ്. അത് മറ്റൊരു തലത്തിലേക്ക്, അതായത് പരസ്പരം പൊതു ഇടങ്ങളിൽ ഏറ്റുമുട്ടലിലേക്ക്, ആ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.